വെൽക്കം ടു രുചി ബൈ ബിൻസു. ഇന്ന് നമുക്ക് ബൺ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 6 മണിക്കൂർ കുതിരാൻ വെക്കാം. അപ്പോൾ നമുക്ക് ബൺ ദോശയുടെ അരി നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം ജാറിനകത്തോട്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ അരി അരച്ചതിനകത്തോട്ട് നമുക്ക് കുറച്ച്, അതായത് ഒരു 1.5 പിടി അവിലിട്ട് കൊടുക്കാം. അതിനകത്തോട്ട് നമുക്ക് 1 പിടി തേങ്ങയും ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. ഇത് നമുക്ക് ഒരു 7-8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം കാണാം. അപ്പോൾ നമുക്ക് ഇത് ഒരു 2 ചെറിയ സവാള, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു 3-4 എരിവ് കുറഞ്ഞ പച്ചമുളകാണ്. ഇത്രയും നമുക്കൊന്ന് ചോപ്പ്. നമുക്കിവിടെ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനൊരു വറവ് വേണ്ടതുണ്ട്. അപ്പം നമുക്കൊരു ശകല എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ടു. കടുകെല്ലാം പൊട്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ശകല ഉഴുന്നെല്ലാം കളർ മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ചോപ്പ് ചെയ്ത സാധനം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് പിന്നെ മാവിന് ആവശ്യമായിട്ടുള്ള മാവിൻ്റെ ടെക്സ്ചർ ഞാനൊന്ന് കാണിക്കാം. കണ്ടോ, ഇത് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇതിൻ്റെ തിക്നെസ് നമ്മുടെ ഇഡ്ലി മാവിൻ്റെ പരുവാണ്. നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് തട്ടി കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ ബൺദോശയുടെ മാവ് ഇവിടെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരേ തവി എടുത്ത് നമുക്കിത് ഒഴിച്ച് അടച്ച് വെച്ച് തിരിച്ച് പോര് വിട്ട് വേവിക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അടച്ച് വെച്ച് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബൺദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലിട്ട് വയ്ക്കാം. ബൺദോശ ഉണ്ടല്ലോ വീങ്ങി നിൽക്കുക, ബണ്ണ് പോലെ വീങ്ങി നിൽക്കുന്നത് കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബൺദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ബൺദോശ, നല്ല സൂപ്പർ. അതിനകത്ത് എല്ലാം ഉണ്ട്. നമുക്കിത് കറി ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ചട്നിയും കൂട്ടി, ഞാനിത് പൊട്ടുകടലയുടെ ചമ്മന്തിയായിട്ടാക്കിയ കൂട്ടി സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.